ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇന്ന് കർക്കിടക മാസത്തിലെ അവസാനത്തെ ദിവസമാണ്. നാളെ ചിങ്ങം 1. അപ്പോൾ നമ്മളുടെ ഈ ഒരു വർഷത്തെ ആ ഒരു ഭാരമെല്ലാം ഒഴിഞ്ഞ് ഒരു പുതിയ വർഷത്തെ ഒരു സമൃദ്ധമായ സന്തോഷപൂർണമായ ഒരു വർഷത്തെ വരവേൽക്കുന്ന ആ ഒരു സമയമാണ്. നമുക്ക് നോക്കാം ഇന്ന് നിങ്ങളുടെ എനർജി എന്താണ്, ഇന്ന് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നമുക്ക് നോക്കാം. മജീഷ്യനാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം മാജിക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു സമയമാണ് എന്നുള്ളതാണ്. ആ മാജിക് എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ള നിങ്ങളുടെ അനുഭവങ്ങൾ, അത് നമുക്ക് പുതിയൊരു തുടക്കത്തിന്, അതായത് പുതിയൊരു കാര്യം തുടങ്ങുമ്പോൾ നമ്മളുടെ പഴയ അനുഭവങ്ങൾ എപ്പോഴും നമ്മളുടെ ഓർമ്മയിലുണ്ടായിരിക്കും. അന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി എന്നുള്ളത്. അപ്പം അനുഭവമാണ് ഏറ്റവും വലിയ പാഠം എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും വലിയ ഗുരു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ വലിയ അനുഭവങ്ങളിലൂടെ കടന്നു പോയ സമയത്ത് നിങ്ങൾക്ക് ശരിക്കും അത് ഇന്ന് നല്ല പാഠങ്ങളാണ് കിട്ടിയത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനിയുള്ള സമയം നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അബദ്ധം പറ്റിയ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം. ആ അബദ്ധങ്ങൾ ഇനിയും ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന, അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. അപ്പം നിങ്ങൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരുന്നുണ്ട് ഈ ഒരു സമയം. നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഈ ഒരു സമയം വിശ്വാസം തോന്നുന്നുണ്ട്. മാത്രമല്ല മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്രയും മോശം എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർമ്മം തിരുത്തി എഴുതാനുള്ള ഒരു അറിവും ബോധവും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ മാനിഫെസ്റ്റേഷൻ്റെ ദിവസമാണ്. നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നമുക്ക് ആദ്യം തന്നെ കിട്ടിയ കാർഡ് മജീഷ്യനാണ്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പാസ്റ്റിൽ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായെങ്കിലും നിങ്ങൾ ആ ഒരു ഇമോഷണലി നിങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കുക. നിങ്ങൾ ഒരു പുതിയ പ്രതീക്ഷയിൽ ഈ ഒരു കുറേ കാര്യങ്ങളൊക്കെ എൻഡായി എന്ന് വിശ്വസിക്കുക. കാരണം അത് എൻഡായി, കാരണം മജീഷ്യനാണ്, ഒരു പുതിയ തുടക്കമാണ്. നമ്മളുടെ കഴിവുകളിൽ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ളതാണ്. എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളായിത്തീരും. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളത് ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താഗ്രഹിക്കുന്നോ അതായിത്തീരും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പം നമ്മളത് എത്ര ബുദ്ധിമുട്ടിയായാലും ഈ ഒരു സമയം പ്രപഞ്ചവും കൂടി അനുകൂലമായിട്ട് വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം അത് മനസ്സിലാക്കുക, പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിൽ കൊണ്ടുവരിക. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണത്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ സെൽഫായിട്ട് സാക്രിഫൈസ് ചെയ്ത്, നിങ്ങൾ സ്വയം സാക്രിഫൈസ് ചെയ്ത് മറ്റുള്ളവരെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. പൊതുവേ അങ്ങനെയുള്ള ഒരു എനർജിയാണ് കിട്ടുന്നത്. ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ ഉള്ളിലൊതുക്കി, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിലൊതുക്കി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളൊരു ഹീലറാണ്, പക്ഷേ നിങ്ങൾ സെൽഫായിട്ട് ഹീൽ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കേണ്ടതാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ള സൈക്കിക് ഇൻസൈറ്റ്സ് ഉണ്ടാകാം. നിങ്ങൾക്ക് അറിയാൻ പറ്റും നാളെ എന്താണ് സംഭവിക്കുന്നത്.
അപ്പോൾ പാസ്റ്റിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ എന്തായിരുന്നു, എന്ത് കാര്യമാണ് എനിക്കതിൽ നിന്ന് കിട്ടിയത്, ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും എനിക്ക് എന്താണ് കിട്ടിയത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ മറന്നു പോകാതിരിക്കുക. കാരണം നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും ഒരു തീരുമാനം എടുക്കുന്നുണ്ടായിരിക്കണം. നാളെ ചിങ്ങം 1 അപ്പോൾ നാളെ മുതൽ നമുക്കും കൂടി ഒരു പ്രയോറിറ്റി കൊടുക്കണം. നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, നിങ്ങളെ സന്തോഷിപ്പിക്കണം. അപ്പം മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് വിചാരിച്ചിരുന്നാൽ പറ്റൂല. എനിക്ക് സന്തോഷിക്കണം എന്നൊക്കെ ഉള്ളൊരു അതിന് നിങ്ങൾ തന്നെ ഒരു മുൻകൈ എടുക്കണം എന്നൊക്കെ നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിയോടും സുഹൃത്തുക്കളോടും ഒക്കെ ഒരു പൂർണ്ണമായും ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു സമയമാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു സമയം ഒരു ഗ്രഡ്ജും സൂക്ഷിക്കേണ്ട. വേദനിപ്പിച്ച എല്ലാ വ്യക്തികളെയും നമുക്ക് അത് മറന്നു കളയാം, അത് കർമ്മയാണെന്ന് വിശ്വസിക്കാം, മുന്നോട്ട് പോകാം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സമയം നിങ്ങൾ ഹൃദയത്തിൻ്റെ ഒരു മെസ്സേജ് അനുസരിച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഒട്ടും തന്നെ ഈഗോ ഇല്ല. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒട്ടും തന്നെ ഈഗോ ഉണ്ടായിരിക്കരുത് എന്നുള്ളതാണ്. കൂടുതലും നമ്മൾ ഒരു ഹൃദയാലുവായ ഒരാളായിരിക്കും ഇന്നത്തെ ദിവസം. കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരോട് ക്ഷമിച്ചു കൊടുക്കുകയും പുറത്തു കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. 2 ഓഫ് സോൾസിൻ്റെ എനർജിയാണ്. ചില കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാൻ പറ്റാതെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ ഇന്നത്തെ ദിവസം വീണ്ടും നിങ്ങളുടെ ഹൃദയം പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങൾ ശരിക്കും നിങ്ങളെ ഹാപ്പി ആക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആൾറെഡി നിങ്ങൾ വിഷമിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളെ കൂടി സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക, നിങ്ങളെ കൂടി ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, കുഴപ്പമില്ല, മറ്റുള്ളവർ സന്തോഷമായിട്ടിരിക്കട്ടെ, ഞാനിങ്ങനെ ഇരുന്നോളാം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങൾ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ സന്തോഷം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ വീണ്ടും ഒരു സിറ്റുവേഷനെ ഇന്നത്തെ ദിവസം നിങ്ങൾ ആ സിറ്റുവേഷൻ വീണ്ടും ഒന്ന് അനലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇത് ഏത് ഡിസിഷനാണ് എടുക്കേണ്ടത്, ഇത് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്, അങ്ങനെ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. പിന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇതിനകത്ത്. നിങ്ങൾക്ക് മറ്റുള്ളവരെ കൗൺസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അങ്ങനെ ഒരു കൗൺസിലിംഗ് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം ഈ ഒരു സമയം. മറ്റുള്ളവരെ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു കരിയർ ഓപ്പർച്യൂണിറ്റി വരുന്നു എന്നും കാണുന്നുണ്ട് കേട്ടോ. അത് കുറേ ആൾക്കാർക്ക് അതൊരു ടീച്ചിങ് പോലത്തെ ഒരു പ്രൊഫഷനിലാണെന്ന് കാണുന്നുണ്ട്. പിന്നെ ശരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ വീടായിരിക്കാം, വാഹനമായിരിക്കാം, വസ്തു ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ സമയം അനുകൂലമാകുന്നു, നിങ്ങൾക്ക് ലക്കാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിലായിരിക്കണം ഇന്നത്തെ ദിവസം ഇരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ലക്കാണ് ഇന്നത്തെ ദിവസം. ഒരു പുതിയ സ്റ്റാർട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പാസ്റ്റ് എല്ലാം പാസ്റ്റാക്കി കളഞ്ഞ് ഇന്നത്തെ ദിവസം മുതൽ നിങ്ങളൊരു പുതിയ ആളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നമുക്കറിയാലോ, കർക്കിടക മാസത്തിലെ അവസാനത്തെ ദിവസം ആടി മാസത്തിൻ്റെ അവസാനത്തെ ദിവസം നമ്മൾ പഴയ ചപ്പ് ചവറുകളൊക്കെ നമ്മൾ കളയും, എല്ലാം പുതിയതാക്കും, ക്ലീനാക്കും.
ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ നമ്മളുടെ മനസ്സും ഒന്ന് ക്ലീൻ ആക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൽ കാണുന്നത് നിങ്ങളുടെ വീട്ടിൽ അനാവശ്യമായിട്ട് സൂക്ഷിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ഏറ്റവും പഴയ സാധനങ്ങളായിരിക്കും, നിങ്ങൾക്കത് ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും ചിലപ്പോൾ. അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കളയാൻ ശ്രമിക്കുക. നമുക്ക് കുറേ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സാധനങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇനി സൂക്ഷിക്കാതിരിക്കുക. ചിലപ്പം അത് മരിച്ചു പോയ ആൾക്കാരുടെ ആയിരിക്കാം. അത് നിങ്ങളുടെ പ്രിയപ്പെട്ട, അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ആവശ്യമില്ലാത്ത എന്തൊക്കെയോ സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു എനർജിയാണ് കിട്ടുന്നത്. ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ, അത് കുറേ കാലം മുന്നേ ഉള്ളതായിരിക്കാം. നമുക്കത് നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. പിന്നെ ചില ആൾക്കാർ മരിച്ചു പോയ, ചിലപ്പോൾ അപകടത്തിൽ മരിച്ചതോ ആത്മഹത്യ ചെയ്തതോ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് എത്ര പ്രിയപ്പെട്ടവരായാലും അതൊന്നും മനസ്സിലാക്കുക, അത് നിങ്ങൾ സൂക്ഷിക്കാതിരിക്കുക. ആ ഒരു എനർജി നിങ്ങളെ വീണ്ടും വീണ്ടും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ വേറൊരു കാര്യം, അവർക്ക് പുനർജന്മത്തിലേക്ക് പോകാനുള്ളൊരു വഴി നിങ്ങൾ അടയ്ക്കുകയാണ് ചെയ്യണത്. ഈ ഒരു സാധനങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വീണ്ടും വീണ്ടും ആ ഒരു ഇമോഷൻ അതിലേക്ക് കൊടുത്ത്, അയ്യോ എന്നാലും എനിക്ക് ജീവിക്കാൻ പറ്റണില്ല എന്നൊക്കെ ഉള്ള ഒരു ചിന്ത, അതങ്ങനെയാണ്. നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഒരു ബോധത്തിലേക്ക് വരിക. എല്ലാ മനുഷ്യർക്കും ജനനവും മരണവും വീണ്ടും ജനനവും ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ നമ്മളിൽ നിന്നും വേർപെട്ടു പോയ ആൾക്കാർ, അവരുടെ ഓർമ്മകൾ സൂക്ഷിക്കാൻ, അവരുടെ പ്രിയപ്പെട്ട സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് പ്രായമായി മരിച്ചു പോയ ആൾക്കാരുടെ കുഴപ്പമില്ല. അല്ലാത്ത ആൾക്കാരുടെ തിങ്സ് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ ഒരു എനർജി വീണ്ടും വീണ്ടും നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അവർക്കും ആ സോളിനും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളുടെ ആ ഒരു അമിത സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അവരെ മറക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ, ആ ഒരു സോളിനെ കുറിച്ച് ഓർത്ത് മാത്രം നമ്മൾ വേദനിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്കൊരു പുനർജന്മത്തിലേക്ക് പോകാനോ ഒന്നും പറ്റാതെ വരും. അതെപ്പോഴും മനസ്സിലാക്കുക. നമ്മൾ അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക. ആ സോളിനൊരു സായുജ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അവർക്ക് ഒരു പുനർജന്മം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കുക. അതിന് അവരെ പുനർജന്മത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സഹായിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും അവരുപയോഗിച്ചിരുന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അത് മനസ്സിലാക്കുക. ഇതിനകത്ത് അങ്ങനെ ഒരു എനർജി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളൊരു എനർജി ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസം നമ്മളത് ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അങ്ങനെ സൂക്ഷിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. പിന്നെ ചില ആൾക്കാർ വേറെ ഏതെങ്കിലും ആൾക്കാരുടെ ചില സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വേറെ ഏതെങ്കിലും ആൾക്കാർ എന്തെങ്കിലും സാധനങ്ങൾ ചിലപ്പോൾ വെച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളതൊന്ന് മാറ്റി കളയുന്നത് നല്ലതായിരിക്കും. മാറ്റുക. ഒന്നുകിൽ അവരെ വിളിച്ച് അത് തിരിച്ചു കൊണ്ടുപോകാൻ പറയുക, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ നിന്നും അത് മാറ്റുന്നത് നല്ലതായിരിക്കും. മറ്റുള്ളവരുടെ എനർജി അതിലുണ്ടായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ബ്ലോക്കായിട്ട് വരുന്നുണ്ടായിരിക്കണം എന്തായാലും. അപ്പോൾ അതും ഡിസിഷൻ മേക്കിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മളുടെ ഗുഡ് ഫോർച്യൂണിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ കുറേ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി പുതിയൊരു ഇത് വരുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രസ് വരും എന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഒരു പെട്ടെന്നൊരു മാറ്റം വരുന്നു എന്നാണ് കാണുന്നത്. ഒരു പോസിറ്റീവ് ചേഞ്ച് ആണ് വരുന്നത് എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഒരു ട്രാവൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം വാങ്ങുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. ചിലപ്പോൾ നാളെ ചിങ്ങം ഒന്നല്ലേ, അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ തുടക്കം, അങ്ങനെ ഒരു നല്ല ഇതായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം. 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ കൂടെ പഠിച്ച
ശരിക്കും ചെറുതിലെ കുഞ്ഞിലെ നിങ്ങളുടെ കൂടെ പഠിച്ച ആൾക്കാരുമായിട്ടൊരു യൂണിയൻ ഉണ്ടാക്കാം. അങ്ങനെയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക്, നിങ്ങൾ ജീവിച്ചിരുന്ന ആ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ആ സ്കൂളിലേക്ക്, കോളേജിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾ പോകുന്ന ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ജോലി ചെയ്തിരുന്ന ആ ഒരു ഓഫീസിലേക്ക് പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ താമസിച്ചിരുന്നതോ വർക്ക് ചെയ്തിരുന്നതോ ആയ ആ ഒരു സ്ഥലത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്ത് പാസ് ചെയ്ത് പോകുന്നതായിരിക്കാം. അങ്ങനത്തെ ഒരു മെമ്മറീസ്, പാസ്റ്റിലെ മെമ്മറി നിങ്ങൾക്ക് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഇന്നർ ചൈൽഡുമായിട്ടൊന്ന് കണക്റ്റഡ് ആകുന്ന ഒരു എനർജിയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ഇന്നർ ചൈൽഡിന് എന്താണോ ആഗ്രഹം, കാരണം അത് കുഞ്ഞിലെ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. ആ ആഗ്രഹങ്ങളൊന്നും ചിലപ്പം നടക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ. പാസ്റ്റിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് അതൊന്നും കിട്ടാതിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം ഇപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളൊന്ന് സന്തോഷിപ്പിക്കുക. അപ്പം നമ്മുടെ ഇന്നർ ചൈൽഡ് ആൾറെഡി അത് സന്തോഷിച്ചോളും, അത് ഹീലായിക്കോളും. ഇന്നർ ചൈൽഡ് ഹീലിംഗ് വേണമെന്നാണ് ഈ ഒരു ക്യൂൻ ഓഫ് കപ്സും പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണക്കാൻ ശ്രമിക്കുക. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുക. യൂട്യൂബിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ ധാരാളം മെഡിറ്റേഷൻസ് ഉണ്ട്, അത് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജി ഉണ്ട്. അതൊരു പാസ്റ്റ് ലൈഫിൽ നിന്നുള്ളതായിരിക്കാം. നിങ്ങളെ വിട്ടിട്ട് പോയ ഒരു വ്യക്തി അത് ഈ സമയത്ത് ഒരു റൊമാൻറ്റിക് പ്രപ്പോസലുമായിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളതും കാണുന്നുണ്ട്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിലൊരു പുതിയ അർത്ഥമുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ വളരെ പോസിറ്റീവായിട്ടിരുന്ന് പല കാര്യങ്ങളും ചിന്തിക്കാൻ പറ്റും. ഒരു പുതിയ തുടക്കമാണ്. ചില ആൾക്കാർക്ക് ഒരു പുതിയ പ്രണയം തുടങ്ങുന്നതായിരിക്കാം. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മെസ്സേജോ കോളോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് വരാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ശരിക്കും നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി നിങ്ങൾക്കത് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, എന്തോ സംതിങ് സ്പെഷ്യൽ ആണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങൾ ശരിക്കും പെട്ടെന്ന് ഈ നാച്ചുറുമായിട്ട് കണക്റ്റഡ് ആകാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ മറ്റുള്ളവരുടെ കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടായിരിക്കാം. ഈ ഒരാൾ ഇങ്ങനെയാണ് എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കും. പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഒരുപാട് ചതിയും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു വ്യക്തി ഇങ്ങനെയാണ്, ആളിങ്ങനെയാണ് പറയാൻ പോണത്. ചിലപ്പോൾ ഇന്ന് ഒരു ആൾ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ ഒരു ആവശ്യവുമായിട്ടാണ് എൻ്റെ മുന്നിൽ വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറയാനാണ് ഇയാൾ പോകുന്നത്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങൾ ചില സമയം വിചാരിക്കും, ഇന്ന ആൾ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം ഇന്ന് എന്നെ സംസാരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തോന്നും. സൈക്കിക് എബിലിറ്റി കൂടുന്നു എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ ശരിക്കും ഒരു നേച്ചറുമായിട്ട് കണക്റ്റഡ് ആകുന്നു, അങ്ങനെയൊക്കെ കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം. 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട് നിങ്ങൾ മതിയാക്കാനാണ് പറയുന്നത്. ശരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റുള്ളവർ. നിങ്ങൾക്കറിയാം ചിലപ്പോൾ ചില ആൾക്കാർ നെഗറ്റീവ് ആണെന്ന്, പക്ഷെ എന്നാലും അവരിൽ നിന്ന് വിട്ടുപോകാൻ നിങ്ങൾക്ക് പറ്റാതെ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളോടും മറ്റുള്ളവരോടും ഫോർഗീവ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ അവരെ വഴിക്ക് വിട്ട് കളയുക. പ്രത്യേകിച്ചും നമ്മളെ ഡീപ്രമോട്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ടൊന്ന് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ചില ആൾക്കാർ മനഃപൂർവ്വം നമ്മളെ ഇൻസൾട്ട് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഉയർച്ചയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളത് മാറുക. ചിലപ്പോൾ ചില കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയാൽ നമുക്കതൊന്ന് മാറിപ്പോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ചിലപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഈ ഒരു കാര്യം നല്ലതല്ലല്ലോ, ഇത് സ്റ്റോപ്പ് ചെയ്യണമല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ പിന്നെ മനസ്സിലാക്കുക, എല്ലാ കാര്യത്തിനും ഈ നടന്ന എല്ലാ കാര്യങ്ങൾക്കും പിറകിലൊരു ബ്ലെസ്സിങ് ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്ത് വേദനിപ്പിക്കുന്ന കാര്യം സംഭവിച്ചതിനും പിറകിൽ നിങ്ങൾക്ക് അതിനൊരു ബ്ലെസ്സിങ് ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു ഹിഡൻ ബ്ലെസ്സിങ്ങിനെ അതിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അല്ലാതെ നഷ്ടപ്പെട്ടു പോയത്, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഇപ്പം ഇല്ലാത്തത്, ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആ ഒരു സ്വഭാവം മതിയാക്കുന്നതായിരിക്കും നല്ലത്.
പിന്നെ 3 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത്, നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് മാത്രമേ സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാതെ മറ്റുള്ളവരുടെ പിറകെ പോകുമ്പം അവരുടെ സൗകര്യം അനുസരിച്ചായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട്. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പാടാൻ പറ്റും, ഡാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ സ്വയം, ഇത് മറ്റാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണോ സന്തോഷം കിട്ടുന്നത് ആ ഒരു സന്തോഷം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ്. പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അഭിനന്ദിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടെന്ന് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നു, മറ്റുള്ളവർ അഭിനന്ദിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടി നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ ഇന്നത്തെ ദിവസം പറ്റും എന്നാണ് കാണുന്നത്. നിങ്ങൾ ഇന്നത്തെ ദിവസം നല്ലതായിരിക്കും കേട്ടോ. ഇന്നത്തെ ദിവസം പുതിയ തീരുമാനങ്ങൾ എടുത്ത് ഒരു പുതിയ എനർജിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ പുതിയ ഒരു വർഷം തുടങ്ങുന്ന ആ ഒരു സന്തോഷം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ടൈം ടു റിലാക്സ് ആണ്. അപ്പോൾ നിങ്ങൾ കൃഷ്ണ ഓറക്കിളിൽ നിന്നുള്ള ഒരു മെസ്സേജ്, നിങ്ങൾ റിലാക്സ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ പ്രവൃത്തി എല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതെല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾ റിലാക്സ് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഓവർ തിങ്ക് ചെയ്ത് വിഷമിക്കണ്ട എന്നാണ് ഭഗവാൻ ഈ ഒരു സമയം പറയുന്നത്. സറണ്ടർ ചെയ്ത് കൊടുക്കാനാണ്. സറണ്ടറാണ്. നിങ്ങൾ ലൈഫിൽ സറണ്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. സറണ്ടറാണ്. അപ്പോൾ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഇപ്പം ആവശ്യമുള്ള കാര്യം പൂർണ്ണമായും ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചു കൊടുക്കുക, പൂർണ്ണമായും ഡിവൈന് സമർപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടും ആ ഒരു കാര്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആഗ്രഹമുള്ളതല്ല, ദൈവം തരുന്നത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പം നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾ വേദനിച്ചിട്ടും ഇത്രയും കാലം കാത്തിരുന്നിട്ടും ആ ഒരു കാര്യം നടന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടാത്തതാണെന്ന് ആണ് ദൈവം പറയുന്നത്. അതിലപ്പുറം നല്ലത് ഒരു കാര്യം നിങ്ങൾക്ക് തരാനുണ്ട്, നിങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യവും സറണ്ടർ ചെയ്ത് കൊടുക്കാനാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം സറണ്ടർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഡിവൈൻ വില്ലനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ എല്ലാ ദിവസവും പറയുക, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനിത് ഭഗവാന് സമർപ്പിച്ചിരിക്കുന്നു, ഞാൻ സറണ്ടർ ചെയ്തിരിക്കുന്നു, എനിക്ക് എന്താണോ നല്ലത് അത് എന്നിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുക. രാത്രിയും നിങ്ങൾ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, അപ്പോൾ എനിക്ക് എന്തൊക്കെ വേണം വേണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഇതെല്ലാം ഭഗവാന്റെ ഇഷ്ടം അനുസരിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് നടക്കട്ടെ എന്ന് നിങ്ങൾ അങ്ങനെ സറണ്ടർ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വിഷമിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു പുതിയ വർഷം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കുമാറാകട്ടെ. എല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ ഈ വീഡിയോയിൽ നിന്നും ഗൈഡൻസ് എടുക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഗൈഡൻസ് എന്നെ കൊടുക്കാൻ പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് എനിക്കറിയാം. നിങ്ങളുടെ കമൻറ്റ് ഞാൻ എല്ലാ ദിവസവും കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു.